ഹലോ ഗോയ്സ്, ഇന്നൊരു എഗ് ഫ്രൈഡ് റൈസ് ആയാലോ? വെരി സിമ്പിൾ. ഇന്ന് സിമ്പിൾ ഫുഡാണ്, എന്നതിന് കുറച്ചും കൂടെ സിമ്പിളായേക്കാം. അതിനായി 4 മുട്ട പൊട്ടിച്ചങ്ങ് കഴിക്കുക. അതിനുശേഷം പിന്നീട് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, സ്വല്പം വെളിച്ചെണ്ണ ഫ്രൈഡ് റൈസിൽ ഒഴിക്കരുത് എന്നാണ്. പക്ഷേ ഞാനിന്നിവിടെ ഫ്രൈഡ് റൈസിൽ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ടേസ്റ്റ് വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അതങ്ങോട്ട് ചിക്കിയതങ്ങ് എടുക്കുക, ചടപടാന്നങ്ങ് ഇളക്കുക, നന്നായിട്ട് ഇളക്കിക്കോ, ഒരു കുഴപ്പമില്ല. അതിനുശേഷം അതിലേക്ക് കുറച്ച് ഉപ്പിടണം. ശേഷം വീണ്ടും ഇളക്കണം. പിന്നെ അത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ശേഷം പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് വെളുത്തുള്ളി ഒരു 8 ഉള്ളി മതി. പിന്നീട് അതിലേക്ക് കുറച്ച് ക്യാബേജും ബീൻസും കൂടി അരിഞ്ഞിടുക. പിന്നീട് അതിലേക്ക് കുറച്ച് കളറാവട്ടെ എന്ന് കുറച്ച് ക്യാപ്സിക്കവും കുറച്ച് സബോളയും കൂടെ അങ്ങിട്ട് ഇളക്കിയെടുക്കുക. അതിലേക്ക് കുറച്ച് ഉപ്പിടുക, ആവശ്യത്തിന് ഉപ്പ്. എനിക്ക് അളവൊന്നും പറയാൻ അറിയില്ല കേട്ടോ. ഞാനിടുന്ന അളവെല്ലാം എൻ്റെ പാകത്തിനാണ്. പിന്നീട് അതിലേക്ക് നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കാം. മറ്റ് സോസുകളൊന്നും ഞാനിതിൽ യൂസ് ചെയ്യുന്നില്ല, ടൊമാറ്റോ സോസ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നീട് നമ്മൾ ചിക്ക് ചെയ്ത് മാറ്റി വെച്ച മുട്ട ഇതിലേക്ക് നന്നായി ഇളക്കിയെടുക്കുക. എല്ലാം കൂടെ ഇളക്കി ഒരു 2-3 മിനിറ്റ് ഇട്ടിളക്കി. അതിന് ശേഷം അതിലേക്ക് വേവിച്ച് വെച്ചിരുന്ന വെള്ളയരി, ഞാൻ അരി വേവിക്കുന്നത് കാണിച്ചില്ലായിരുന്നു, ഏതെങ്കിലും ഒരു വെള്ളയരി, അത് 80% വെന്താൽ മതിയാവും കേട്ടോ. അതിലോട്ട് കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ പണി ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. എഗ് ഫ്രൈഡ് റൈസ് റെഡി ആയിരിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ വളരെ സിമ്പിളാണെന്ന്. ഇനി നമുക്കിത് മറ്റൊരു ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ എഗ് ഫ്രൈഡ് റൈസ് റെഡി.